എല്ലാ മാന്യപ്രേക്ഷകർക്കും റിവ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ എക്കർലിക്കിലാണ് ഇതിൻ്റെ ഫ്രണ്ട് അയലൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാത്ത രീതിയിൽ SMPS മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്. കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് കൊണ്ട് കസ്റ്റമറുടെ കയ്യിൽ ഒരു ബോസിൻ്റെ V സീരീസ് 301 സ്പീക്കേഴ്സ് പുള്ളി എബ്രോഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചിങ് ആയ രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ ആയിരുന്നു പുള്ളിക്ക് വേണ്ടത്. പല സ്ഥലങ്ങളിലും പോയി പല ടെക്നീഷ്യന്മാരുടെ അടുത്ത് നിന്ന് ഡെമോ കേട്ടെങ്കിലും പുള്ളിക്ക് തൃപ്തികരമായില്ല. അവസാനം ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒന്ന് കണ്ട് ഓഡിയോസിനെ പറ്റി അറിയുകയും അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് 2.1 ആംപ്ലിഫയർ വേണം, അതിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു സബ്വൂഫറുണ്ട്, പിന്നെ ബോസിൻ്റെ V സീരീസ് ആണ്, അപ്പോൾ അതിൽ മാച്ചിങ് ആയ രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ വേണമെന്ന് ആവശ്യപ്പെട്ടു. പ്രകാരം ചെയ്തതാണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതിൻ്റെ ഫ്രണ്ട് ആയി ചെയ്തിരിക്കുന്നത് ഡുവൽ ടോണിലാണ്, അതായത് ഗ്ലാസ് ടൈപ്പ് ഗ്ലോസിയിൽ ഉള്ള ഷീറ്റിലാണ്. അതിൻ്റെ എക്സ്റ്റേണലായിട്ട് നിങ്ങൾ കാണുന്നത് മാറ്റ് ഫിനിഷാണ്, മാറ്റ് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ 3 ഓക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂടൂത്ത്, അതിനൊരു സെലക്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഇതായിട്ടൊരു 3-വേ BT ആണ് ചെയ്തിരിക്കുന്നത്. സബ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും സബ് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും ഉണ്ട്. പിന്നെ ഒരു മാസ്റ്റർ വോളിയം ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കൺട്രോൾസ്. പിന്നെ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ ഇതിനൊരു വ്യൂ മീറ്റർ ഉണ്ട്, അതും കസ്റ്റമറുടെ റിക്വസ്റ്റാണ്. പിന്നെ ഇതിന് ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് വരുന്നത്. ഇത് വരുന്ന SMPS ആണ്. ഇത് 1000 വാട്ട്സ് പവർ ഹാൻഡ്ലിംഗ് ഉള്ളൊരു SMPS ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലാസ് D എന്ന സെഗ്മെൻറ്റിൽ 400 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയർ ബോർഡാണ് നൽകിയിരിക്കുന്നത്. ഇതേപോലത്തെ 2 ബോർഡുകൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള SMPS ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 1000 വാട്ട്സ്. പിന്നെ നിങ്ങൾ കാണുന്നത് പോലെ ഇത് വരുന്നത് GTechൻ്റെ 3-വേ BT ആണ്. ഈ ബോർഡ് വരുന്നത് നമ്മൾ സെലക്ടർ സ്വിച്ചിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 4 റിലേ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ തന്നെ PCBയിൽ ചെയ്തെടുത്തതാണ്. പിന്നെ വരുന്നത് ഇത് സബ്വൂഫറിൻ്റെ ഇതാണ്, നമ്മുടെ ലോ പാസ് ഫിൽറ്ററിൻ്റെ ബോർഡാണ്. ഓക്കെ, ഇത് വരുന്നത് ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ബോർഡ്. ബ്ലൂടൂത്ത് മാത്രം മതി. ഈ ബോർഡിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ആംപ്ലിഫയർ. അത് ക്ലാസ് D തന്നെയാണ് നമ്മൾ ഇതേക്കുന്നത്. ഇതിന് വേണ്ടി സെപ്പറേറ്റ് SMPS ആണിത്. 200 വാട്ട്സ് ഹാൻഡ്ലിംഗ് പവറുള്ള SMPS ആണ്. ഇത് 100+100 വാട്ട്സ് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് 200 വാട്ട്സിൻ്റെ SMPS യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബക്ക് കൺവെർട്ടറാണ്. അത് ലൈറ്റിനും അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫാന് ഉണ്ട്. ഫാനിപ്പോൾ ഓണാണ്. അതിന് സൗണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്നത് കൊണ്ട് അതൊരു ചെറിയ ഒരു സ്റ്റേ വെച്ചിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോസിൻ്റെ V സീരീസ് കണക്ട് ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല, നല്ല ഒരു മാച്ചിങ് ആയിരുന്നു. ആ ബോസിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കറക്റ്റ് എന്താണ് ആ കമ്പനി ബോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ രീതിയിലുള്ള ഔട്ട്പുട്ടായിരുന്നു ലഭിച്ചത്. അത് കസ്റ്റമർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ബേസ് എഫക്റ്റ് ഒന്നും പറയാനില്ല. നമ്മൾ സാധാരണ നമ്മുടെ ഒരു കൺസെപ്റ്റ്സൊക്കെ നമ്മുടെ ഒരു ഇതെല്ലാം മാറ്റി ഇതിൻ്റെ 1000 വാട്ട്സ് SMPSഉം ആ ക്ലാസ് Dയും തമ്മിൽ നല്ല മാച്ചിങ് ആണ്. വൂഫർ ഒരു രക്ഷയില്ല. നമ്മൾ സാധാരണ രീതിയിൽ ട്രാൻസ്ഫോമറിലൊക്കെ ആംപിയർ കുറവാകുമ്പോൾ കുറച്ച് വോളിയം കൂട്ടി കഴിയുമ്പോഴൊക്കെ വൂഫർ പതർച്ച വരാറുണ്ട്. ഇതിലൊന്നുമില്ല. ഇതിൻ്റെ ശരിക്കും ഇമ്പിഡൻസ് 2 ohms ലോഡാണ്. നമുക്ക് 2 സബ്വൂഫർ വരെ ഇതിൽ ലോഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ മിനി തിയേറ്ററൊക്കെ ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും സബ്വൂഫേഴ്സ് നൽകാറുണ്ട്. അതിന് ഇതേപോലെ 1000 വാട്ട്സ് SMPSഉം 400 വാട്ട്സിൻ്റെ ഈ ബോർഡും പെർഫെക്റ്റും ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഡയൽ. ഇത് ഫ്രണ്ടും ബാക്കും നമ്മൾ ഡയൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു എന്താ പറയുക, ഒരു ബോസ് സ്പീക്കേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരു ആംപ്ലിഫയർ കണക്ട് ചെയ്ത് ആ ഒരു എന്താ പറയുക, ഒരു ഫുള്ളായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ തന്നെ കസ്റ്റമർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ ഡയൽ ചെയ്തിട്ടുണ്ട്.
ഞാനിപ്പോൾ കാണിച്ചു തരാം. ബാക്ക് സൈഡിലുള്ള ഇതിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സബ് ഔട്ട് പിന്നെ FLFRൻ്റെ ബനാന സോക്കറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇതേപോലെ ഒരു പ്രീ ഔട്ട് ഇടാൻ, ഒരു ഔട്ട് പുള്ളിക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആക്റ്റീവ് സബ് വൂഫേഴ്സ് കയ്യിലുണ്ട്, അപ്പോൾ അത് കണക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് പറഞ്ഞത് കൊണ്ട് നമ്മൾ FLFR ഒരു ഔട്ട് അതിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. പുള്ളി അത് മേടിച്ച് കഴിയുമ്പോൾ പറയാം, അപ്പോൾ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മളത് ഡയൽ ചെയ്തപ്പോൾ ഇട്ടതാണത്. ഇൻപുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OX 1 OX 2 TV 3 ഇൻപുട്ട്സ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയറിൽ നിങ്ങൾ കാണുന്നത്. ഇതാണ് ഐനിക് ഓഡിയോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലോ പാസ് ഫിൽറ്ററിൻ്റെ ബോർഡാണത്. അതിൽ നമുക്ക് ഫ്രീക്വൻസിയും കൺട്രോളും, ഫ്രീക്വൻസി പിന്നെ വോളിയവും സബ് വൂഫറിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GTech എന്ന കമ്പനിയുടെ 3-way BT ആണ്. ഈ 3-way BTയും ഈ ക്ലാസ് D എന്ന് പറയുന്ന ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ആംപ്ലിഫയറും തമ്മിൽ നല്ല മാച്ചിങ് ആണ്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇതറിയുള്ളൂ. ഇതാണത് 200 watt SMPS ഞാൻ പറഞ്ഞത്. പിന്നെ ഉള്ളത് 1000 watts ഇതിൻ്റെ SMPS സബ് വൂഫറിൻ്റെ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ട്, പിന്നെ നോബ്സിൻ്റെ ലൈറ്റും വ്യൂ മീറ്റർ, ഇമ്പോർട്ടഡ് ടൈപ്പ് വ്യൂ മീറ്റർ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെയ്റ്റ്ലെസ് ആംപ്ലിഫയറാണ്. നമ്മൾ ട്രാൻസ്ഫോമർ നമ്മളൊരു 10 ആംപിയറിൽ അല്ലെങ്കിൽ ഒരു 15 ആംപിയറിലൊക്കെ ചെയ്യുമ്പോൾ ടൈപ്പ് 3-ലോ ടൈപ്പ് 6-ലോ ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. ഒരു 4 ഇഞ്ച് കോറിലൊക്കെ ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. ഇത് സിംപിളി ഇത് കണ്ട ഇങ്ങനെ പൊക്കാം. സിംപിളി അധികം വെയിറ്റ് ഇല്ല. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ആംപ്ലിഫയർ പൊക്കാം. കൂടി വന്നാൽ എനിക്ക് തോന്നുന്നൊരു 2 കിലോ 2.5 കിലോ 3 കിലോ താഴെ എന്തായാലും ഉള്ളൂ. ഈസിയാണ്, ക്യാരി ചെയ്യാൻ ഈസിയാണ്, അതേപോലെ കൊറിയർ ചെയ്യാനും നമുക്ക് ഈസിയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയോസ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇതേപോലെ നമ്മൾ മേക്ക് ചെയ്ത് കൊറിയർ അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ 2.1 ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത. ആംപ്ലിഫയർ കണക്റ്റഡാണ്, വ്യൂ മീറ്റർ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതിൽ ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. 2 ബോസിൻ്റെ സ്പീക്കേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ സബ് വൂഫറും 12 ഇഞ്ച് 400 വാട്ട് നമ്മുടെ തന്നെ ഓഡിയോസിൻ്റെ ഓൺ ബ്രാൻഡായ സബ് വൂഫേഴ്സാണ്. എന്ത് കാരണവശാലും നമ്മുടെ JBL 325 വാട്ട്സിനെക്കാട്ടി ഔട്ട്പുട്ട് ഇതിനുണ്ട്. നല്ല ഒരു പേപ്പേഴ്സ് നല്ലൊരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വൂഫറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, സ്ക്രൂ വെച്ചല്ല ചെയ്തേക്കണ, T-ബോൾട്ട് ഇട്ടിട്ടാണ് 4 നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന. ഇത്ര ബേസ് കൂട്ടിയാലും അനങ്ങൂല വൂഫർ, നല്ല രീതിയിൽ ആണ് ചെയ്തേക്കണം. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫിലിം സോങ്സ് ഒക്കെ പ്ലേ ചെയ്ത് കേൾക്കാമായിരുന്നു. എന്തായാലും നമുക്ക് ഇന്ന് 301 V സീരീസിൽ പെട്ടുന്ന ഒരു സ്പീക്കേഴ്സാണിത്. ഇതാണ് കസ്റ്റമേഴ്സിൻ്റെ ഉണ്ടായിരുന്നത്. ഇത് ഈ ആംപ്ലിഫയറിൽ കണക്റ്റഡ് ആണ്. ഇതാണ് സബ് വൂഫർ. 400 watt RMS ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംപ്ലിഫയറും 400 watts ആണ്. 1000 wattsൻ്റെ SMPS ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് 2 12 ഇഞ്ച് 400 wattൻ്റെ സുഖമായിട്ട് ലോഡ് ചെയ്യാം. 2 ഒന്നും വെച്ചാൽ വീട് കുലുങ്ങുന്നല്ലാതെ നമുക്കൊന്നും ഒരു ഇതില്ല. നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും. നമുക്കിനി 2.1 ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് ഒന്ന് പരിശോധിക്കാം.